നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രാത്രി. ലൈലത്തുൽ ഖദറിനേക്കാൾ ആ രാത്രിക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തങ്ങൾ ജനിച്ച ആ രാത്രിനെ കുറിച്ചാണ്. എല്ലാ കൊല്ലം ആവർത്തിക്കപ്പെടുന്ന രാത്രിനെ കുറിച്ചല്ലെന്ന് മഹാനായ ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രി ഏതാ? അള്ളാനെ കണ്ട രാത്രി. ഉറപ്പല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ആ അള്ളാനെ കണ്ട രാത്രി സംഭവിച്ച രണ്ട് അത്ഭുതങ്ങൾ, ഒന്ന് ഇസ്രാ, മറ്റൊന്ന് മിഅ്റാജ്. ഈ ഇസ്രായിനെ കുറിച്ച് പറയുമ്പോഴും മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറഞ്ഞെന്താ? ഒന്ന് ഇസ്രായിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം നോക്കൂ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എന്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബിന്റെ പരിശുദ്ധതയാണ് പറയണം. എന്റെ അടിമ അബ്ദുല്ലാ, അതാ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗം. ഇനി മേറാജിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ എന്താ? വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, എന്റെ അടിമക്ക് ഞാൻ വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. പറയാൻ ഞാൻ അബ്ദുള്ള എന്ന് പറയാൻ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളൊക്കെ ഒരു നല്ല അബ്ദുള്ളയാവണം. പേരെന്തോ ആയിക്കോട്ടെ, നല്ലൊരു അബ്ദുള്ളയായി നമ്മൾ മാറും. അതിന് പറ്റിയൊരു സംസാരമാണ് ഇന്നത്തെ പ്രഭാഷണത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് നല്ല അബ്ദുള്ളയാവാൻ പറ്റുക? ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ചിലര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബ്ദുള്ള എന്ന് പറയാൻ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞത് എന്ന് ചില സംശയം ഉണ്ടാവും. അതിന് തൊട്ട് ശേഷം റസൂൽ തന്നെ പറയുന്നുണ്ട് വലാ ഫഖ്റാൻ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്നുള്ളതൊന്നും അല്ല, എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത് ഞാൻ അബ്ദുള്ള തന്നെയാണ്. വലാ ഫഖ്റാന്ന് ഉടനെ പറഞ്ഞിട്ടില്ല നിങ്ങള്. ഞാൻ അതുകൊണ്ട് അഭിമാനം പറയുന്നൊന്നുമില്ല. എനിക്കിഷ്ടം അന അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ കയ്യിലുള്ള ഒരു അടിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ലവിത്തഖത്തു ഖലീലൻ, ഞാനൊരു ഉറ്റ സുഹൃത്തും സ്നേഹം മുഴുവനും കൊടുക്കാൻ പറ്റുന്ന ഒരാളുമായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീലാ, അബൂബക്കറിനെ ഞാൻ ഖലീലാക്കുമായിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ സ്പേസ് ഇല്ല, സ്നേഹം കൊടുക്കാൻ ഫുൾ അല്ലയാണ്. ഒരു സൂചി കുത്താൻ സ്ഥലം വേണ്ടേ? ഏറ്റവും ടോപ്പ് ആളായിട്ട് അബൂബക്കറിനെ സെലക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അബൂബക്കറിന് സ്പേസ് ഇല്ല മോനെ, ഫുൾ അല്ലയാണ്. കണ്ട, ലത്തഖത്തു അബൂബക്കറിൻ ഖലീല പ്രയോഗം കണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് എന്തിനാ പറഞ്ഞത് എന്ന് വെച്ചാൽ തൊട്ട് ശേഷം പറയുന്നുണ്ട് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലീഡർഷിപ്പ്. എന്തിനാ പറഞ്ഞത്? അതെ, പൊതുവെ ജനങ്ങള് ഷഫാഅത്തിന് വേണ്ടി ആദം നബി അലൈഹി സ്വലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഷീസ് നബി അലൈഹി സ്വലാം, അങ്ങനെ പോയി മൂസ നബി അലൈഹി സ്വലാം, നൂഹ് നബി, അങ്ങനെ പോയി എല്ലാ നബിമാരുടെ അടുത്ത് പോകുമ്പോൾ നഫ്സി 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 എന്ന് പറഞ്ഞിട്ട് ഇല്ല അബ, അടുത്ത ആളിലേക്ക് പോയി, എനിക്ക് തന്നെ എൻ്റെ കാര്യം ബേജാറാണ് എന്ന് പറയും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ പൊന്നാര മക്കളെ വെറുതെ റൗണ്ട് അടിച്ചിട്ട് സമയം ഇതാക്കണ്ട. അന സയ്യിദു വുൽദി ആദം യൗമൽ ഖിയാമ, ഞാനാണ് അന്ത്യനാളിൽ ആഖിറത്തിലെ ലീഡർ. നേരെ എൻ്റെ അടുത്തേക്ക് വന്നോ, വെറുതെ കറങ്ങാൻ നിൽക്കണ്ട. ഈ ഹദീസ് ശരിക്കും പഠിച്ച ആൾ കറങ്ങൂല, റസൂലുള്ളാഹിന്റെ അടുത്ത് ഡയറക്റ്റ് പോവും, ശഫാഅത്ത് വാങ്ങും, സ്വർഗ്ഗത്ത് പോകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അത് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ അന സയ്യിദു വുൽദി ആദം യൗമൽ ഖിയാമ. തൊട്ട് ശേഷം പറഞ്ഞു വലാ ഫഖ്റ, ഞാൻ നേതാവാണെന്നുള്ള അഭിമാനം പറച്ചിലൊന്നല്ലേ, ഞാൻ അബ്ദുള്ള തന്നെയാണേ, ഓർക്കണ്ട. അതിനു വേണ്ടി പറഞ്ഞതാണെന്ന് അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഒരു അബ്ദുള്ള, ഏറ്റവും ടോപ്പ് അബ്ദുള്ളയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം.
അബ്ദുള്ളമാർക്കുണ്ടാവേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് അയ്യക്കൂന ഹരീസൻ അല ത്വാഅത്ത്, ഇബാദത്ത് ഒരു പാഷൻ ആയിരിക്കും അവർക്ക്. അതാണല്ലോ അബ്ദുള്ള എന്ന് പറഞ്ഞാല്. ഇബാദത്ത് അവർക്ക് ഭയങ്കര പാഷൻ ആയിരിക്കും. അവര് ചുറ്റുവട്ടത്ത് ഒന്നും കേൾക്കുന്നില്ല. എടാ കുറച്ച് ഇബാദത്ത് കുറച്ചുകൂടെ എന്ന് ചിലപ്പോ ആരെങ്കിലൊക്കെ ഉപദേശിക്കും, അതൊന്നും അവര് കേൾക്കുന്നില്ല. ഖാലിദെ കുറച്ച് ഇബാദത്ത് കുറക്കണം മോനെ എന്ന് പറയേണ്ട സന്ദർഭം ഉണ്ടായി എന്നോ ഖാലിദിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹു അവരുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കണ്ടോ, അവർക്ക് ഇബാദത്തിനോട് അതീവ താല്പര്യമായി, ഇബാദത്തിനോട് വല്ലാത്ത പാഷൻ. ചുറ്റുവട്ടത്തുള്ളവർക്ക് ന്യായങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അതൊന്നും അവര് വില വെക്കൂല. നിങ്ങൾ നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പോലത്തെ കാർപ്പറ്റോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയ മണ്ണോ ടൈൽസോ ഗ്രാനൈറ്റോ മാർബിളൊന്നും ഇല്ലാത്ത ചരൽ കല്ലുള്ള തന്റെ കൊച്ചു വീട്ടിൽ തഹജ്ജുദ് നിസ്കാരത്തിന് കൈ കെട്ടിയാൽ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിവിധ സ്വഹാബിമാരുടെ ഭാര്യമാരുടെ റിപ്പോർട്ടുകളിൽ കാണാം, ഫാത്തിഹ ഓതിയാൽ അൽബഖറ സൂറത്ത് തുടങ്ങും. അപ്പൊ ഖാദിമീങ്ങൾ വിചാരിക്കും, സ്വഹാബിമാര് കരുതും ഒരു 100 ആയത്തൊക്കെ ഓതിയാൽ റുക്കൂ ചെയ്യുമായിരിക്കും. എവിടെ? പിന്നെ വിചാരിക്കും ഒരു 200 ആയത്തിൽ റുക്കൂ പോവായിരിക്കും. അൽബഖറ ഓതിക്കഴിഞ്ഞാൽ പിന്നെ ആലി ഇമ്രാനും നിസാവും ഓതും. അത് എമ്മാതിരി ഓത്ത ബിതദബ്ബുരിൻ വതദല്ലുലിൻ വതഖശുഇൻ, വളരെ സ്ലോയിലാണ് തങ്ങൾ ഓതുക. തങ്ങളുടെ ഓത്തിനെ കുറിച്ച് ആയിഷ ബീവി പറയേണ്ട ഓരോ പദങ്ങൾ ഇങ്ങനെ പൊറുക്കിയെടുക്കാൻ പറ്റും, അത്രയും സൗന്ദര്യമുള്ള ഓത്ത. ഖുർആനിലെ വലിയ 3 സൂറത്തുകൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതും. എന്നിട്ട് റുക്കൂക്ക് പോയാലോ 200 ആയത്ത് ഓതേണ്ട അത്രയും സമയം തസ്ബീഹ് ചൊല്ലിയിട്ടുള്ള റുക്കൂ, അതേപോലത്തെ 2 സുജൂദുകൾ. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റാലോ നേരത്തെ ഓതിയ സൂറത്തുകൾ പോലുള്ള സൂറത്തുകൾ പിന്നെ ഓതാൻ തുടങ്ങും. ഒന്നാമത്തെ റക്അത്തിനേക്കാൾ കുറച്ചൊന്ന് കുറവ്. വലത് കാലിന് നീര് കെട്ടിയിട്ട് കാലിങ്ങനെ ഉയർത്തി വെക്കും. വേദനന്റെ കടുപ്പം കൊണ്ട് ഇടത്തെ കാലിന് നിലത്ത് വെക്കാൻ കഴിയുന്നില്ല. അപ്പൊ നേരത്തെ ഉയർത്തി വെച്ച കാല് താഴെ തന്നെ വെക്കും. രാത്രിയെ പകലാക്കിയ മുത്തുനബിയെ അങ്ങയുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ വരിക? അനിഷ്ടക്കത്ത് കഥമാഹുറമി, കാല് മുഴുവൻ നീരാണല്ലോ നബിയെ. പിന്നിൽ നിന്ന് കാണുന്ന സ്വഹാബിമാര് തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഒരു തെറ്റുമില്ലാത്ത ജീവിതത്തിൽ ഉടമയായിട്ടും എന്തിനാ നബിയെ ഇത്ര റിസ്ക് എടുക്കണത്? അപ്പൊ തങ്ങളുടെ മറുപടി, വലിയ സംഭവം ആയിട്ടില്ലെങ്കിലും ആയിഷു അഫലാക്കൂന അബ്ദൻ ഷക്കൂറ, അല്ല എനിക്ക് എന്തെല്ലാം വാരിക്കോരി തന്നിന്, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ. മനുഷ്യന്മാരെ നമ്മൾ ആലോചിച്ചോക്കിയേ, ആ വാക്ക് നമ്മളിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ. വലിയ പൂതിയൊന്നുമല്ല, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ. അതാണ് അബ്ദുള്ളമാരുടെ ഒന്നാമത്തെ അടയാളം. അവർക്ക് ഇബാദത്ത് ഒരു പാഷനായി. 40 കൊല്ലം കൊണ്ട് ഇശാഇന്റെ വുളു എടുത്തുള്ള ആ ഇശാഇന്റെ വുളു കൊണ്ട് സുബീസ്കാരം എന്ന് പിൽക്കാലത്തെ ട്രോളന്മാര് കേട്ടാൽ അതെല്ലാം ഉസ്താബാട ഇവിടുന്ന്, അതെല്ലാം കള്ളക്കഥയായിരിക്കും. അല്ലെങ്കിൽ അവരെന്താ പറയാ, അങ്ങനെ ഇബാദത്ത് ചെയ്യാന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. 2 ജാനിബിലും ആൾക്കാരുണ്ടാവും, 2 പാർട്ടിലും ആളും. പക്ഷെ ഇബാദത്ത് പാഷനായ ഒരാളോട് ഇതൊന്നും പറഞ്ഞ അവര് കേൾക്കുന്നില്ല. മഹബത്തിന്റെ ഹെഡ്സെറ്റ് ഇട്ടോണ്ട് തന്നെ ആക്ഷേപകരുടെ ആക്ഷേപം അവര് കേൾക്കുന്നില്ലെന്ന് നിങ്ങൾ ഉപദേശമൊക്കെ ടോപ്പാണ്, പക്ഷേ ഇന്നൽ മുഹിബ്ബാനിൽ ഫീ സമമി, മഹബത്തിന്റെ ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പുറത്തുനിന്ന് കേൾക്കണില്ല. ഹിജാബ് ഇട്ടാല് മോളെ ഫാമിലിന്ന് ആദ്യം ട്രോള് വരിക. നെരിയാണിക്ക് മേലെ പാന്റ് കൊടുത്താൽ SSFകാരെ ആദ്യത്തെ ട്രോള് കോളേജിലെ ക്ലാസ്മേറ്റ്സിന്റെ അടുത്തുനിന്നായിരിക്കും. അപ്പോഴാണ് ബുർദ പറയുന്ന പ്രയോഗം നമുക്ക് ഓർമ്മയിൽ വേണ്ടത്, ഇന്നൽ മുഹിബ്ബാനിൽ ഫീ സമമി. അതൊന്നും അവര് കേൾക്കുന്നില്ല.
+2 പരീക്ഷ ഫൈനൽ, ലാസ്റ്റ് എക്സാമിലേക്ക് എത്തുക. സ്റ്റഡി ലീവ് ഘട്ടത്തിൽ നമ്മുടെ മോൻ പഠിക്കുന്നു, മകൾ പഠിക്കുന്നു. ഉപ്പ 12:30 1 മണിക്ക് ഇങ്ങനെ നോക്കുമ്പോ അവൻ ഇങ്ങനെ ഒരു ഡോസിങ്ങില, തൂങ്ങി ഉറക്കത്തില്ല. എന്നാലും അവൻ ഇങ്ങനെ കണ്ണ് തിരുമ്മിയിട്ടും വിരലും കൈയൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ടും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇടക്ക് അവന്റെ നെറ്റിത്തടം സ്റ്റഡി ടേബിളിൽ തട്ടിയിട്ട് ഇങ്ങനെ വീർത്തു വന്നിട്ടുണ്ട്. ഉപ്പ കരഞ്ഞു പോയി, പാവം എന്തിനാ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്താ. ഇങ്ങോട്ട് പോണോ ഫതി, ഇങ്ങോട്ട് പോ. എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കണത്? നീ ഏകദേശം കവർ ചെയ്തല്ലേ പോർഷൻസ് ഒക്കെ, ഇനിയും 3 ദിവസം ഇല്ലേ എക്സാമിന്, പോയി ഉറങ്ങാണ്ടേ. സ്നേഹം കൊണ്ടാ പറയണത്. അങ്ങനെ ഉപ്പ ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് ബെഡ്റൂം എന്ന് പറയാ. എന്ത് പാവം കാണുമ്പോ, നല്ല ഉത്സാഹമുണ്ട്, പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും ശബ്ദം കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ പോയത് ബാത്റൂമിലേക്കാണ്, മുഖം കഴുകാനാണ്. 3/4 ഭാഗം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് താഴെ വെച്ചിട്ട് സ്റ്റഡി ടേബിളിന്റെ താഴെ ആ ബക്കറ്റ് വെള്ളത്തിൽ കാല് 2 ഇട്ടിട്ട് ഏകദേശം തണ്ടം കാല് വരെ വെള്ളം ഇങ്ങനെ തണുപ്പിച്ചിട്ട് ഉറക്ക് പോക്കുകയാണ്. ഒരു യുക്തിവാദി കണ്ടാൽ ചിന്തിച്ചാൽ പറയൽ എന്താ പറഞ്ഞാല്, ഇങ്ങനെയൊന്നും പഠിക്കാൻ സിലബസിൽ ഇല്ല. അത് ഓൻ പറഞ്ഞോട്ടെ. പഠനം കടുപ്പമാണോ എളുപ്പമാണോ എന്നോ വേണമെങ്കിൽ വേറൊരു പഠന സംഘമൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ആ കുട്ടിക്ക് പഠനം ഒരു പാഷനാണ്. ജീലാനി തങ്ങൾക്ക് ഇബാദത്ത് ഒരു പാഷനാണ്. അവർ അബ്ദുള്ളമാരാണ്. ഒരു മഹാൻ അള്ളാഹിനോട് ദ്വാരക്കുമ്പോ പറയുന്നുണ്ട്, നിനക്ക് ഖുർആൻ ഇറക്കുന്ന സമയത്ത് വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ? ആകെപ്പാടുള്ളത് അൽബക്കറ, ആല ഇംറാൻ, അതൊക്കെ 2.5 മണിക്കൂർ കൊണ്ട് തീരുന്ന്. ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റിയ ഒരു സൂറത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു പൂതിയുണ്ട് റബ്ബേൽ. അവർക്ക് ഇബാദത്ത് ഒരു പാഷനാണ്. കണ്ടോ, അവരാണ് അബ്ദുള്ളമാർ. അവരാണ് അബ്ദുള്ളമാർ. അവർക്ക് ന്യായാന്യായങ്ങളുടെ പിന്നാലെ പോകാൻ സമയമില്ല. അതാണ് മഹാന്മാരെ കുറിച്ച് കിതാബുകളിൽ അയിമ്മത്ത് എഴുതി വെച്ചത്. അന്നഹും യഹ്രിസൂന അലൽ ഇബാദ, ഇബാദത്തിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും. എന്ത് കേട്ടാലും ഉടനെ ചെയ്യും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വതക്ക ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുക എന്ന ആയത്ത് ഇറങ്ങുന്നത്. ഉടനെ തന്നെ മഹാൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു, എന്താ കാണിച്ചത്? എൻ്റെ ഒരു അടിമ ഉണ്ടല്ലോ, ആ അടിമനെ ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ മോചിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. അത് നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? അല്ല, ആയത്തിറങ്ങിയില്ലേ, ഇഷ്ടപ്പെട്ട ആളെ വേഗം രക്ഷപ്പെടുത്തുമ്പോഴാണ് സ്വതക്ക ചെയ്യുമ്പോഴാണ് സ്വർഗം കിട്ടുക. അത് സമയമില്ല, നിസ്കാരം കഴിയുമ്പോൾ സമയമില്ല, വേഗം തീർത്താണ്. സർക്കുലർ 31-ാം തീയതി വരെ ഉണ്ടാവും, പക്ഷെ അതുവരെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് ഇബാദത്ത് ഒരു പാഷനാണ്. കണ്ടോ, അതിന്റെ ലീഡറാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അതിന്റെ ഒരു ലീഡറാണ്. അതുകൊണ്ടാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീലൻ, ഇന്നാരെങ്കിലും രോഗസന്ദർശനം നടത്തിയവരുണ്ടോ? കൈബൊക്കി. ഈ എന്താ അറിയോ, സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തേ വരാതിരുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവർ രോഗികളാണെന്ന് മനസ്സിലാവുക. എന്നിട്ടാണ് രോഗസന്ദർശനത്തിന് സ്കോപ്പ് തന്നെ ഉണ്ടാവുക. ഈ സിദ്ദീഖുകൾ എന്തു പണിയെടുത്തേക്കണത്? കണ്ടോ നിങ്ങള്? അടുത്ത ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമൻ, ഇന്നാർക്കെങ്കിലും നോമ്പുണ്ടോ? കൈ പൊങ്ങി. ഉമർലാന്ന് പറയാ, ഇന്നലെ എനിക്കുണ്ടായിരുന്നു, അന്നേരം ചോദിച്ചിട്ടുമില്ല. മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്ബഅ ജനാസതൻ, ജനാസന്റെ കൂടെ പോയ ആരെങ്കിലും ഉണ്ടോ? എപ്പോ? സുബീസ്കാരം കഴിഞ്ഞ ചോദ്യം. രോഗസന്ദർശനമായി, നോമ്പുമായി, ജനാസന്റെ കൂടെ പോക്കുമായി. മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്അമ ജാഇയൻ, വിശന്ന ആർക്കെങ്കിലും ഫുഡ് കൊടുത്ത ഇന്നത്തെ സംഭവം പറയാൻ ആർക്കെങ്കിലും കഴിയും? ഇതുണ്ട് നബിയെ. കണ്ടോങ്ങള്? അപ്പൊ ഉമർ റളിയല്ലാഹുവിന് ഉത്സാഹം കൊണ്ട് ചോദിച്ചു, അതെപ്പോഴാ ചെയ്തു തീർത്തതെന്നൊന്ന് പറയാവോ? സുബ്ഹിന്റെ കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫ് എന്നോട് പറഞ്ഞു, സിദ്ദീഖ് പറയാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് രോഗിയാ, ഒന്ന് കണ്ടുപോയിക്കോളി. അങ്ങനെ കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് 2 പത്തിരി എനിക്ക് അവര് ഹദിയായിട്ട് തന്നു. അത് വാങ്ങി. എനിക്ക് നോമ്പുണ്ട്, രോഗസന്ദർശനമായി. വഴിയിൽ വെച്ചൊരു പാവപ്പെട്ട ആളെ കണ്ടപ്പോൾ ആ ഭക്ഷണം അവർക്ക് കൊടുത്തു. ഫുഡ് കൊടുക്കുന്ന സുന്നത്തും കിട്ടി. ആയിടക്ക് ഒരു കുട്ടിയുടെ ജനാസ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോണ്ടായിന്.
ആ ജനാസക്കും പങ്കെടുത്ത് സുബീക്ക് കറക്റ്റ് ബിഫോർ ടൈം പള്ളിയിലെത്തി. സർക്കുലർ കാലാവധി 31-ാം തീയതി വരെ ഉണ്ടാവട്ടെ, പക്ഷെ നമ്മൾ അതുവരെ ഉണ്ടാകുമോ എന്ന് നമ്മൾ പേടിക്കാം. അതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവർക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ഉടനെ ചെയ്യും, വേറെ വർത്താനമില്ല. ഇബാദത്തിനോട് അതീവ താല്പര്യം. വിഷയത്തിൽ നിന്ന് കുറച്ച് തെറ്റിയിട്ടാണെങ്കിലും ഇവിടെ മഹാന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇബാദത്തിനോട് നമ്മൾ 2 നിലപാട് സ്വീകരിക്കണം. ഒന്ന്, ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത്, ഉസ്താദ് അറിയാത്ത, നേതാവ് അറിയാത്ത, അനുയായികൾ അറിയാത്ത, ഭാര്യ അറിയാത്ത, മക്കൾ അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഓരോരു. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഓരോ ആണിനോടും ആഖിറത്തിലെത്തിയ ചോദ്യം വരും, നിന്റെ ഭാര്യക്ക് പല അന്വേഷണം വന്നിട്ട് അവർക്കൊന്നും ഞാൻ കെട്ടിച്ചു കൊടുക്കാതെ നിനക്കല്ലേ ആ പെണ്ണിനെ തന്നത്, അതിന് നീ എന്താ നന്ദി ചെയ്തത്? നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ ഭാര്യനോട് പറയുന്ന ഡയലോഗ് എന്താ? എന്നെ കിട്ടിയത് ഭാഗ്യം. ഓ, നമുക്കാകെപ്പാടെ ജീവിതത്തിൽ അറിയുന്ന സൂറത്ത് ഫാത്തിഹയും പിന്നെ ഖുർആനിലെ ഒരു ആയത്തും, അർരിജാലു ഖവ്വാമുന അലൻ നിസാ. വേറെന്തെങ്കിലും അറിയാം? നമുക്ക് അറിയണം. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ് മുത്തുനബിക്ക് ഇറങ്ങിയ ഖുർആനിൽ തന്നെയാണ് ഉള്ളത്. അതേ ഖുർആനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ? 300-ലധികം കിതാബ് എഴുതിയ മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസുഖത്തിലായപ്പോൾ, കിടത്തപ്പായിൽ തന്നെ ആയപ്പോൾ ഷഹറാനി ഇമാം തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ഷഹറാനി ഇമാമിൻ്റെ ആത്മകഥയാണ് അൽ മിനൻ. പഴയകാലത്തെ മഹാന്മാർ ആത്മകഥ എഴുതും. എന്തിന്? അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹം എന്ത് കാരണം കൊണ്ടാണ് കിട്ടിയതെന്നും അവർ സഹിച്ച ത്യാഗങ്ങൾ ഉമ്മത്ത് പഠിച്ചിട്ട് നന്നാവണം എന്നും ചിന്തിച്ച് നന്മയുടെ ഉദ്ദേശത്തിലാണ് അതത് കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതുന്നത്. ഷഹറാനി ഇമാമിൻ്റെ ആത്മകഥയാണ് അൽ മിനൻ. അൽ മിനൻ. ഇമാം സുയൂത്തി തങ്ങളുടെ ആത്മകഥയാണ് അത്തഹദ്ദുത്തു ബിനിഅമത്തില്ല. ഇബ്നു ഹജർ തങ്ങളുടെ ആത്മകഥയാണ് സബത്ത് എന്ന കിതാബ്. ഇമാം സഹാവി തങ്ങളുടെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി. ആ കാലത്തെ ആത്മകഥകളെല്ലാം ആ കാലത്തെ മുഅ്മിനീങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുത്തിട്ടുമുണ്ട്. അത് നമ്മൾ കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം വിഷയത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അതിൽ പറയാം, എന്താ പറയണത്? എൻ്റെ ഭാര്യ കിടത്തപ്പായിൽ തന്നെ കാഷ്ടിക്കാനും മൂത്രയിക്കാനൊക്കെ തുടങ്ങി. അവൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ പോവാൻ വയ്യ. അന്നേരം ഞാൻ എന്താ ചിന്തിച്ചെന്നറിയോ? എനിക്ക് വല്ലതും ബാധിച്ചാൽ ഈ പെണ്ണല്ലേ നോക്കേണ്ടത്, എൻ്റെ ഭാര്യ. അപ്പൊ ഇവൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ തിരിച്ചും ഒരു നന്ദി എനിക്ക് വേണ്ടേ? 300-ലധികം കിതാബുകൾ എഴുതാൻ തൗഫീഖ് കൊടുത്ത ആ കൈകൊണ്ട് തന്നെ ഈ മൂത്രവും നജസും കാഷ്ടവും ഒക്കെ വൃത്തിയാക്കിയിട്ട് മഹാനവറുകൾ അഭിമാനപൂർവ്വം കിതാബിൽ പറയാ, ഇതൊന്നും പലർക്കും കിട്ടാത്ത ക്വാളിറ്റിയാണ്. ഒന്ന്. രണ്ടാമത്തേത്, നീണ്ട കാലം എൻ്റെ ഭാര്യ അസുഖത്തിലായപ്പോൾ എനിക്കൊരു തോന്നൽ. എന്താ തോന്നല്? വേറൊരു പെണ്ണിനെ കെട്ടിയാലോ, ഇവളെ കൊണ്ടൊന്നും നടക്കണില്ല. മനുഷ്യന് ശാരീരിക, മാനസിക, ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊന്നും ഇവളെ കൊണ്ട് നടക്കണില്ല. അങ്ങനെ കെട്ടിയാലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ തന്നെ ആ ആഗ്രഹത്തിന് അടിച്ചൊതുക്കി. മഹാൻ പറയാ, എന്തേ? ഇപ്പോൾ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ, ഞാൻ വേറൊന്നിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ഓളെ മനസ്സിനും അസുഖം പിടിക്കും. അത് വേണ്ട. ചില ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക, വേറൊന്ന് കെട്ടിയാലോ എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇടക്കിടക്ക്. അവർ രസക്കുറവുള്ള പരിപാടിയാണ്. അത് ഷഹറാനി ഇമാം റഹിമഹുല്ലാഹ് തന്നെ പല ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് മഹാൻ പറയാ, നമ്മുടെ കുട്ടി പാതിരാക്ക് എഴുന്നേറ്റ് കരയുമ്പോൾ അത് അവൾക്ക് അസുഖം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഞാൻ എന്താ ചെയ്യുന്ന, എൻ്റെ കുട്ടീനെ എടുത്തിട്ട് അപ്പുറത്തെ റൂമൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് കുറേ ബൈത്തൊക്കെ പാടി താരാട്ടൊക്കെ പാടിയിട്ട് ഉറക്കും. എന്തിന്? എൻ്റെ വൈഫ് സുഖമായിട്ട് സുബി വരെ ഉറങ്ങിക്കോട്ടെ. ഇനി നമ്മളെക്കുറിച്ച് ആലോചിക്കുക. റൂമിൻ്റെ പിന്നെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് അടിക്കുന്നതിൻ്റെയോ ജനലിൻ്റെയോ മേലെയോ കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ഉണ്ടായാൽ മതി, അന്ന് 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഞാൻ എന്നോട് പിടിക്കുന്നു. എന്ത് പമ്പേഴ്സ്? അതിൻ്റെ ഉള്ളിൽ എന്നാ നജസ് എന്ന് പറഞ്ഞാൽ കാഷ്ടം. ആരുടെ? കുട്ടീൻ്റെ. ഏത് കുട്ടീൻ്റെ? ഭാര്യൻ്റെ കുട്ടീൻ്റെ അല്ലേ? നമ്മളാരായിട്ട് വരും? ഓറെ
മനുഷ്യനാവുക. മനുഷ്യനാവണം നമ്മൾ. അത് അയിമ്മത്ത് പഠിപ്പിക്കേണ്ടത്. എൻ്റെ വിഷയം മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇബാദത്തിൽ ഉണ്ടാവേണ്ട രണ്ട് നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആരും അറിയാത്തൊരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവണം. ഒരാളും അറിയാത്ത. ആഖിറത്തിലെത്തുമ്പോൾ ഓക്കെ അക്കൊക്കെ ശരി, എല്ലാം ഓക്കെ, ഞാനും നീയും മാത്രം അറിയുന്ന എന്തെങ്കിലും ഇബാദത്ത് ഉണ്ടോ എന്നുള്ള ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ എന്തെങ്കിലും പറ്റണം. അതുണ്ടാവണം. ചില മഹാന്മാരുടെ ജീവിതത്തിൽ അത് കാണാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ഇങ്ങനെ ഒരു ഇബാദത്ത് ഉണ്ടാവൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ പഠിച്ചല്ലോ, അപ്പോൾ നമുക്കത് ഉണ്ടാവൽ സുന്നത്താണ്. ആരും അറിയാത്തൊരു ഇബാദത്ത്. രാവിലെ 10:30 പള്ളിയിൽ ആരും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പോൾ ഒരു റസ്മുൽ ഉസ്മാനിയുടെ 1-2 മുസാഫ് എടുത്തിട്ട് പള്ളി കൊണ്ടേക്കാം. ആരുമില്ല, അൽഹംദുലില്ലാ. കണ്ടോ, അത് സ്റ്റാറ്റസ് ഇട്ടേക്കരുത് ദയവ് ചെയ്തിട്ട്. നമുക്ക് സ്റ്റാറ്റസ് ഇടാണ്ട് സമാധാനമാവില്ല. ഒരാളും അറിയാത്ത ഇബാദത്ത്. കാരണം നമ്മളെ ബാക്കിയുള്ള അമലുകളൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളത് കണ്ട നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുമ്പോൾ പൊളിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷം ഉറങ്ങിപ്പോയി. മൂപ്പര് സ്വപ്നം കണ്ടു. സ്വപ്നത്തിലുള്ളത് ഒരു ഏട് പിടിച്ചിട്ട് ഒരാളാണ്. ആ ഏടിങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സൂറത്തു ത്വാഹ പകർത്തി എഴുതിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങൾ ഓതിയ സൂറത്തു ത്വാഹ എഴുതി വെക്കുന്ന ആളാണ്, മലക്കാണ്. ഓരോ പദത്തിൻ്റെയും താഴെ 10 10 10 10 അതെന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും കൂലി 10 10 10 10 എന്ന് എഴുതിയതാണ്. അല്ല, ഇടയിൽ ഒന്നും കൂലി എഴുതിയിട്ട് കാണുന്നില്ലല്ലോ, ബ്ലാങ്ക് ആണല്ലോ, അതെന്തേന്ന് വെച്ചു. അത് നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ വീടിൻ്റെ ജനലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്തൂടെ ആരോ പോകുന്നത് നിഴൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഓതി. അയാൾ കേൾക്കാൻ ആ 2 വരി പോയിന്ന്. അപ്പോൾ പതാകയൊക്കെ കെട്ടുമ്പോൾ ജില്ലാ സ്റ്റേറ്റ് നേതാക്കളൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കാണുന്നതിലെല്ലാം നമുക്ക് സന്തോഷം വേണ്ടത്. നമ്മളെ റബ്ബ് നേരത്തെ കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണ്ടത്. ശരിക്കും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദുആ കിട്ടാനൊന്നല്ല. അതൊരു ആരിലായ കാരണമാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ദുആ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. അത് അള്ളാഹ് ഏറ്റെടുക്കും. അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെ മനസ്സ്. അള്ളാഹു ഏറ്റെടുക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പണിയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര പൊടിപൂര പ്രഭാഷണം നടത്തിയാലും സംഘാടന വഹിച്ചാലും സ്വതക്കം കൊടുത്താലും ആ റിസൾട്ട് സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടെങ്കിലും അയാളിൽ ഒരു പൊടി തഖ്വ വർദ്ധിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് ഷഹറാനി ഇമാം തന്നെ അവിടുത്തെ ഉസ്താദായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വിശദീകരിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മഹാൻ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ആ ഹദീസ്? ഇന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിയദിൽ ഫാജിർ. തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിന് ശക്തി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒരുപാട് സ്വതക്ക ദീന് ഒരുപാട് ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നരുത് നമുക്ക്. പിന്നെ തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിനെ അള്ളാഹ് ശക്തിപ്പെടുത്തും. അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിർത്തണം എന്നൊരു തീരുമാനമുണ്ട്. അത് മുത്തഖീങ്ങളെ കൊണ്ടേ നിലനിർത്തുള്ളൂ എന്നൊന്നും അള്ളാഹ് തീരുമാനം എടുത്തിട്ടില്ല. അത് ആരെ കൊണ്ടും നിലനിർത്തും. നമ്മളിൽ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ, അയാളുടെ സജീവ സാന്നിധ്യം കണ്ടപ്പോൾ പുറത്തു നിന്നുള്ള സ്വഹാബത്ത് വോളണ്ടിയേഴ്സ് പറഞ്ഞു, എന്ത് സജീവത റഹ്മാനെ. കണ്ടോ, ക്യാമറകൾ മുന്നിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചരിത്രം ഈ പറയണത്. എന്തൊരു സജീവത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷകനാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ഓവറാക്കണ്ട, ഹുവ ഫിന്നാർ, ഇവര് നരകത്തിലാണ്, ഓവറാക്കണ്ട. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധത്തിനിടയിൽ മൂപ്പരിക്കൊരു ചെറിയ മുറിവ് പറ്റി. യുദ്ധത്തിൽ പിന്നെ പയമ്പൊരിയൊന്നല്ലല്ലോ കിട്ടല്, മുറിവൊക്കെ തന്നെയാ
ദീനീ പ്രവർത്തകർക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു മുറിവ് പറ്റി. ആ സമയത്ത് മൂപ്പര് എന്താ ചെയ്തെന്നറിയാം? മൂപ്പരെ വാള് കുത്തനെ വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത് ആത്മഹത്യ ചെയ്തു. കൗൺസിലിന് ചൂടായതിന്റെ പേരിൽ ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു എന്ന് മലയാളം. അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക്. ആരെങ്കിലും ഒന്ന് ചൂടായാൽ ഞാനില്ല എന്തിനാ മറ്റു പറഞ്ഞ. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ദമ്മും മധുഹും മൂപ്പര് മെയിൻറ്റെയിൻ ചെയ്യൂല. മൂപ്പര് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ആളുടെ റിസൾട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു കൊണ്ടുവരും. വളരെ നിഷ്കളങ്കനായ ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. എന്താ ചരിത്രം? അയാൾ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്യണം എന്ന് കരുതി അയാളെ ചിന്ത സ്വതക്ക കിട്ടുന്ന ആളെ എന്നെ അറിയരുത്, വേറെ ആരും അറിയരുത് എന്നല്ല, സ്വതക്ക കിട്ടുന്ന ആള് പോലും അറിയണ്ട എന്ന് കരുതിയിട്ട് ഒരു സഞ്ചിയിൽ കുറച്ച് സ്വർണ്ണ നാണയം എടുത്ത് കെട്ടി ബന്ധാക്കിയിട്ട് നല്ല ഇരുട്ടായ അർദ്ധരാത്രി മൂപ്പര് പോയി. അങ്ങനെ ഒരാളുടെ കയ്യിൽ കിട്ടി കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. പിറ്റേന്ന് നാട്ടുകാർ ട്രോളോടെ ട്രോള്. ഇവരാണ് കൊടുത്തതെന്ന് അറിയില്ല, എന്നാലും മൊത്തത്തിൽ ഒരു ട്രോള്. എന്താ ട്രോള്? ഇന്നലെ ഒരു പെരും കള്ളന്നാരോ സ്വതം കൊടുത്തിട്ടുണ്ട്. അത് ഇയാൾ കേട്ടപ്പോൾ ആദ്യം ഒന്ന് വിഷമായി, പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് തന്നത് റബ്ബെ, നീ എന്താന്ന് വെച്ചാൽ മട്ടത്തിൽ ചെയ്താളി, എനിക്കൊന്നും അറിയണ്ടാവും. ഒരു നിഷ്കളങ്കമായി പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മൂപ്പര് സ്വതക്ക ചെയ്തു, കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. അപ്പൊ നാട്ടിൽ ഇന്നലത്തേനേക്കാൾ ട്രോള്. എന്താ? നാട്ടിലെ അറിയപ്പെട്ട വ്യഭിചാരി പെണ്ണിനാരോ സ്വതം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം മൂപ്പര് പറഞ്ഞു, ഞാൻ ഈ പണി നിർത്തുമൊന്നും ചെയ്യില്ല, ആര് കളിയാക്കിയാലും. പിന്നെ നീ അവിടെ പോയിട്ട് എത്ര സംസാരിച്ചിട്ട് എന്താ വേണ്ടി, ആ യൂണിറ്റിൽ ആ പദ്ധതി പൂർത്തിയായിട്ടാണെങ്കിലും മറ്റു ചില ആള് ഒരു പദ്ധതിയെ തൊട്ടടുത്ത പദ്ധതിയെ കൊണ്ട് വിലയിരുത്ത വരുന്നവരുണ്ടാവും. അതൊന്നും ഒരു മൈൻഡ് ആക്കിയിട്ടില്ല. ഒരു മൂന്നാമത്തെ ദിവസവും സ്വതക്കം എടുത്തിട്ട് പോയി ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കിട്ടിയത് ഒരു പണക്കാരൻ. അയാളാണെങ്കിൽ ലോക പിശുക്കനാ. നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. പിശുക്കനായ പണക്കാരന് സ്വതക്കം കൊടുത്തു. അള്ളാഹു റിസൾട്ട് കൊടുക്കുന്ന കോല എന്താ പറയുക? ഈ പണക്കാരൻ ചിന്തിക്കുകയാണ്, എന്നെക്കാൾ വലിയ പണക്കാർ ഈ നാട്ടിലില്ല. ഞാനായിരിക്കും സ്വതക്ക ചെയ്യാത്ത പിശുക്കനാണെന്ന് മാത്രമല്ല, എനിക്ക് പണത്തോട് ഭയങ്കര ആർത്തിയുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ എൻ്റെ വളരെ മോശം ഗുണങ്ങളാണ്, പ്രശ്നമാണ്, ശരി. പക്ഷേ എന്നെക്കാൾ പണം കുറഞ്ഞ ആള് സ്വതക്ക ചെയ്യുന്നു മാത്രമല്ല, അയാൾ ആരും അറിയാതെ എനിക്ക് എന്നെ സ്വതക്ക എന്നല്ലോ, എന്നേൽ എന്തിനാ കൊള്ളൽ എന്ന് വിചാരിച്ചിട്ട് ആ രാത്രിയോടെ അയാളെ പിശുക്ക് നിർത്തിയിട്ട് പിന്നെ ഭയങ്കര ധർമ്മിഷ്ഠനായി. റിസൾട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തവരുടെ. എന്താ ആഖിറത്തിലുള്ളത്? ഇതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം. അതിൽ കാണാം റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഓരോ പരിപാടി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമില്ലാതെ പിന്നെ വെറുതെ പെണ്ണ് കെട്ടണോ? അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പിന്നെ സുബി വരെ ഇബാദത്ത്. ഇതാ റാബിയ ബീവിയുടെ ജീവിതം. അല്ലാതെ നീ വരുന്നില്ലേ, നിങ്ങൾക്ക് കടന്നോളി അങ്ങ് ചൊല്ലാനുണ്ട്, ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത്. അത് ശരിയല്ല. കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പെടരുത്. ഇത് ബസ്രയിലുള്ള മഹദിയാണ് റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞാൽ. ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് റാബിയത്തു ഷാമിയ റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെയും പരിപാടി തന്നെ. അത്വബഖാത്തുൽ വുസ്തയിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യ ഈ മഹദി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതിൻ്റെ ഷറഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു. അതാണ് അതിൻ്റെ ഷറഹിൽ വരേണ്ട വ്യാഖ്യാനം. ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം. അത് സുന്നത്താണ്. ഉഖൂദുൽ ലജീൻ ഫി ബയാനി ഹുഖൂഖി സൗജൈൻ എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും, ആ പിന്നെ നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ. അങ്ങനെ സുബിഹി വരെ ഭർത്താവുമായി സുഖിക്കും. ഭർത്താവ് ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയത്തു ഷാമിയ ബീവിയുടെ ചരിത്രം. അപ്പുറത്തെ റൂമിൽ പോവും, ഇബാദത്ത് ചെയ്യും. ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ജീവിത സ്റ്റൈല് എന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല.
ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബമില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അജ്മീർ, മുത്തുപ്പട്ട, നാഗൂർ, സിയാർത്തോടെ സിയാർത്ത്. അല്ലടാ നീ ഭാര്യനും വേണ്ടി അത് ഞാൻ ഓളെ അള്ളാഹുവിന് വിട്ടുകൊടുത്ത് തവക്കുലാക്കിയിരുന്നു. എന്നാൽ പിന്നെ നീ പെണ്ണ് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഓളെ നേരത്തെ തന്നെ അന്ന് നോക്കുന്നുണ്ടായിനല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാ നബി പറഞ്ഞു ആ ദ്വാരക്കലൊക്കെ ദ്വാരക്കാം, നിനക്കെന്താ ജോലി? മറുപടി ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് നടക്കുന്നതെന്ന്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ ചില ആൾ സിയാർത്തും കാര്യമായിട്ട് നടക്കും. അപ്പം നീ എങ്ങനെ ഫുഡ് കഴിക്കണത്? അത് എൻ്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് പണിയൊക്കെ തരുമെന്ന്. അയാളെന്താ ജോലി? അയാൾ നല്ല ജോലിക്ക് പോകും, മൂപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരുമെന്ന്. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നിന്നേക്കാൾ ഇഷ്ടപ്പെട്ട ആള്. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം. ഒരു ഫാത്തിഹ എപ്പോഴും ജീലാനി തങ്ങൾക്ക് ഓതുന്നുണ്ട്, അത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്ത്. അത് കൃത്യം കൊണ്ട് നടന്നാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും. അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോൾ സ്പാർക്കായിട്ട് ഡെയിലി 5 യാസീനെങ്കിലും ബഗ്ദാദിലേക്ക് വിടണമെന്ന്. ഓക്കെ, തുടങ്ങി 2 ദിവസം ഭയങ്കര. അപ്പോൾ ജീലാനി തങ്ങൾ സജീവമായിട്ട് വന്ന് പിന്നെ മൂപ്പര് നോക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി. പിന്നെ മൂപ്പര് ഉണ്ടാവില്ല, ജീലാനി തങ്ങൾക്ക് ഇത് എടുത്ത് പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത്. അതാണ് നവവി ഇമാം പറഞ്ഞത്, നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധമുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം ചെയ്യുക. വഇൻ ഖല്ല, അത് എത്ര കുറച്ചാണെങ്കിലും ശരി. റബീഉൽ അവ്വൽ വരുന്നത് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിദിന്റെ ഒരു ഭാഗമെങ്കിലും ചെല്ലുക, കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം, അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പേടിയായിരിക്കും. അത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്തു പേടി? ഏത് നിഅമത്ത് കിട്ടുമ്പോഴാണ് അവർക്ക് പേടി കൂടുക. എന്ത് നിഅമത്ത് കിട്ടുമ്പോൾ അവർ പേടിക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആള് കൂടുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ്, അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ പുതിയ കാലഭാഷ. അതിന് മഹാന്റെ മറുപടി എന്താ അറിയാം? അത് ഇസ്തിദ്റാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട്, അള്ളാഹ് നിഅമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട്. ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം. മക്കളൊക്കെ അൽഹംദുലില്ലാഹ് സെറ്റാണ്. 2 ആൾ പണ്ഡിതന്മാരാണ്, 3 ആൾ ഡോക്ടേഴ്സാണ്. എല്ലാവരും കെട്ടിച്ചു, നല്ല വീടുണ്ട്, വലിയ ഉസ്താമാരോട് ബന്ധമുണ്ട്, നല്ല വാഹനമുണ്ട്, സാമ്പത്തിക ഭദ്രത ഉണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. ഈ നിഅമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്തിനാ അതൊക്കെ പറയണത്? ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ലോകം എത്ര വിശാലമായിരുന്നു. മൂപ്പര് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 12,000 മഷിക്കുപ്പികളിലെ മഷി കൊണ്ട് എഴുതാൻ മാത്രം വിവരത്തിന്റെ എൻസൈക്ലോപീഡിയ ആയിരുന്നു മൂപ്പര്. അർശ് നോക്കിയിട്ട് ഇൽമു പറയും മൂപ്പര്. അയാൾ ഈമാനില്ലാന്ന് മരിച്ചു. അയാളാ എപ്പോഴും ഏത് നിഅമത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവും പൊസിഷനും എന്ത് ആദരവും കിട്ടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കണം. നമ്മൾ കണ്ടവരൊക്കെ ആദരിക്കുന്നത് ഇപ്പം അടുത്ത് വന്നൊരു കൾച്ചറാ. നല്ല പേടിക്കണം. നമ്മൾ ആദരിച്ചുകൊണ്ട് ഒരാൾക്ക് കിബർ വന്നാൽ നമ്മൾ കുറ്റക്കാരാവും. ഇക്റാമ് ചെയ്യേണ്ടവരെ ഇക്റാമ് ചെയ്യണം, പക്ഷെ കണ്ടോരും കേട്ടോരും ഇക്റാമ് ചെയ്തിട്ട് ആഹ്റം കൊടുക്കരുത്. നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായി എന്ന്. ചിലപ്പോൾ അയാൾ നന്നാവും, അതോടുകൂടി നമ്മൾ കെട്ടുപോകും. ഏതുപോലെ ഒരു മഹാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബേക്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ഉണ്ടാവല്ലോ, വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ കാറെടുത്ത് പോകുമ്പോൾ ചില നാടന്മാരായ ചെക്കന്മാർ, ഓട്ടോ ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങളായ തെരുവ് കച്ചവടക്കാർ, ഇങ്ങനെ ഉണ്ടാക്കുന്ന പച്ചയായ മനുഷ്യന്മാർ, വളരെ സാധുക്കൾ. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയപ്പോ കൂടെയുള്ള ഖാദിമ് എന്നിട്ട് അട്ടി ഓടിച്ചു.
ആ മഹാന് അള്ളാഹ് ഇട്ട് കൊടുക്കുന്ന തണൽ ഉടനെ തന്നെ അള്ളാഹു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാളെ മഹാനാക്കി. ആ സ്പോട്ടിൽ ഇവരുടെ എല്ലാ തണലും അള്ളാഹു ഡിലീറ്റ് ചെയ്തു. കണ്ടോ, അള്ളാഹുവാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. സലീഖ എന്ന പെണ്ണ് കൊട്ടാരത്തിന്റെ അധിപതിയായിരുന്നില്ലേ? 3 കൊട്ടാരങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം 13-ാം വയസ്സിൽ പൊട്ടക്കിണറ്റിലല്ലേ ഉണ്ടായിരുന്നത്? എന്നിട്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ചില്ലേ? ധനമന്ത്രിയാക്കിയില്ലേ? മിസ്റിലെ, ഈജിപ്തിലെ. അന്ന് ധനമന്ത്രിയായിട്ട് 200 പട്ടാളക്കാരുടെ കൂടെ കുതിര സവാരി നടത്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തുനിന്ന് ഒരു പിച്ചക്കാരിങ്ങനെ തളിയെടുത്തിട്ട് ചില്ലറെടുത്തിട്ട് എന്തേലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് സലീഖയായിരുന്നു എന്ന് റൂഹുൽ ബയാനിൽ കാണാം. താഴെയുള്ള ആളെ മുകളിലുള്ള ആളെ താഴെയൊക്കെ ഇറക്കാൻ അള്ളാഹ്ക്ക് കറക്റ്റ് അറിയാം. അത് കളിക്കാൻ നിൽക്കരുത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് സംഭവമാക്കരുത്. ഉസ്താദ് മന്ത്രിച്ച വെള്ളം കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ അസുഖം മാറി എന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ നമുക്കുള്ളിൽ കിബർ വരരുത്. അതാണ് ആര്യത്ത് സ്വലാത്തിന്റെ വർക്കത്താ. ആ വർക്കത്ത് നമ്മളെ വർക്കത്താക്കരുത്. പലപ്പോഴും യൂട്യൂബ് ചാനലുകാർ അത് സംഭവിക്കുന്നുണ്ട്. ഹദ്ദാദിന്റെ വർക്കത്ത് സ്വന്തം വർക്കത്താക്കരുത്. അതാ ദിക്റിന്റെ വർക്കത്താണ്. അതാ ദിക്റിന് വിട്ടുകൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മളെക്കുറിച്ച് നമ്മളെ ഭാര്യമാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും വേണം. എന്ത്? അപ്പോൾ നമ്മളോട് ഭാര്യ പറയണം, ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട്, ഉസ്താദൊന്നാവണ്ട, അലിമൊന്നാവണ്ട, ഒരു നല്ല ഒരാളെ കൊണ്ട് ഈ വെള്ളം ഒന്ന് മന്ത്രിപ്പിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങളൊന്നിനും കൊള്ളൂലോ. ഏറ്റവും ആദ്യം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്താണ്, നാട്ടുകാരുടെ അടുത്തുനിന്നല്ല. ആദ്യത്തെ റാങ്ക് കിട്ടേണ്ടത് ഹൈറുക്കും ലിഅഹ്ലി, ഭാര്യൻ്റെ അടുത്ത്. വിഷയത്തിലേക്ക് തന്നെ വരാം. ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നിസ്കരിച്ച, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നോമ്പോറ്റ, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ സമരത്തിൽ പങ്കെടുത്ത, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഹദീസ് പിൽക്കാലക്കാർക്ക് കൊടുത്ത എത്ര സഹാബിമാര് ലോകത്തുണ്ട്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം അവർക്ക് ആർക്കും ഇല്ലല്ലോ. എന്താ കാരണം? അതിന് 2 കാരണങ്ങളുണ്ട്. 2 കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഒരു സേവനം. സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായതിൻ്റെ അന്ന് ടെൻഷനായിട്ട് ഇങ്ങനെ പോവുക. ഈ ഉത്തരവാദിത്വം തലയിൽ വന്ന ടെൻഷനാവേണ്ടത്, അല്ലാതെ സോൺ ഭാരവാഹിയായതിൻ്റെ ഈ പോസ്റ്റർ നമ്മൾ തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇഖ്ലാസിന് വേണ്ടി ദ്വാരക്കാം. ആരാ സ്റ്റാറ്റസ് നോക്കലും? മലക്കളോ? നമ്മളെ ഫോട്ടോ നമ്മൾ തന്നെ സ്റ്റാറ്റസ് നോക്കലോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ നമുക്കൊക്കെ പറ്റിപ്പോയത്? ശരിക്കും ദീന് നടത്താനല്ലേ സംഘടന? അല്ല, സംഘടന നടത്താനാ ദീന്? നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി കൊണ്ട് ഇങ്ങനെ വിറക്കണം. സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കണത്. ഇന്നലെ വരെ ഒട്ടകത്തിനെ കറന്നു പാല് നമുക്ക് തന്നത് സിദ്ദീഖ് റളിയല്ലാഹു ആണ്. ഒരിപ്പം ഖലീഫയായല്ലോ, അതൊന്നും ഇനി ഒരിക്കൽ അതിനൊന്നും നേരെ ഉണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അവിടെ പോയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഒട്ടകം കറന്ന നാൾ ഇന്നും വരും എന്ന് പറഞ്ഞാൽ സോണിലെത്തി എന്നതുകൊണ്ട് സ്വന്തം യൂണിറ്റിൻ്റെ സുന്നി വോയിസ് നോക്കാതിരിക്കൂല എന്ന് മലയാളം. കേട്ടാ, അങ്ങനെ തന്നെ മലയാളം അങ്ങനെ തന്നെയല്ലേ വരിക? അതാണ് ഉസ്താദ് സമ്മതിച്ചു. തഖരീർ ഉസ്താദിന് എഴുതാൻ കൊടുക്കാം. കേട്ടോ, ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന കിതാബിലുണ്ട് ഈ ചരിത്രം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ റാങ്ക് 1 കിട്ടാനുള്ള ഒരു കാരണം. സേവനം, ഭയങ്കര സേവനം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹബത്ത്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹുവിന് വേറെ ഒരു ചിന്തി ഉണ്ടാവില്ല. മഹബത്ത് തലീക്കേറ്റിയ മഹാന. ശരിക്കും ഈ മഹബത്ത് നന്നായിട്ട് കയറിയാൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന മഹബത്തൊക്കെ മഹബത്താണോ എന്ന് മഹാന്മാരുടെ ചരിത്രം കേട്ട് നമ്മൾ ചിന്തിച്ചു പോകും. ഇനി വരുന്ന റബീഉൽ അവ്വലിൽ അപ്പുറത്തെ മഹല്ലുകാരുടെ ഘോഷയാത്രക്ക് കുതിര ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ജിറാഫിനെങ്കിലും കൊണ്ടുവന്നിട്ട് മോശമാണ് അല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളെ മഹബത്തിൻ്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലം. എത്തപ്പം മഹബത്ത് എന്ന് പറഞ്ഞാൽ അൻ തുഅതിയ കുല്ല ശൈഇൻ ലി മഹ്ബൂബിക ഹത്താ ലാ യബ്ഖാ ലി നഫ്സിക ശൈഉൻ. അതാണ് മഹബത്തിൻ്റെ ടേം. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് വേണ്ടി നിന്റെ എല്ലാം കൊടുക്കുക. ഹത്താ ലാ യബ്ഖാ ലി നഫ്സിക ശൈഉൻ, നിനക്കൊന്നും ബാക്കിയില്ലാത്ത വണ്ണം നീ എല്ലാം സമർപ്പിക്കുക. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു. ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ
സിദ്ദീഖ് അങ്ങക്ക് ക്ഷീണമില്ലേ? ഉണ്ട്. പിന്നെന്താ വകവെക്കാത്തത്? അതിന് സിദ്ദീഖ് അങ്ങക്ക് ഓർമ്മ തന്നെ ഇല്ല. അതാണ് മഹബത്ത്. മെഹബൂബിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഹബത്ത് തുടങ്ങുമ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ 3 ആളുണ്ടാവും. മഹബത്ത്, മെഹബൂബ്, മൊഹിബ്. സ്നേഹിക്കുന്ന ആൾ, സ്നേഹിക്കപ്പെടുന്ന ആൾ, സ്നേഹം എന്ന പ്രോസസ്സ്. കുറച്ച് ഫറോക്കിലെത്തുമ്പോൾ തന്നെ സ്നേഹവും മെഹബൂബും മൊഹിബും 3 ആളും കയറിയത് മൊഹിബ് ഡിലീറ്റ് ആവും, ബാക്കി 2 ആൾ മാത്രമാവും. പിന്നെ മൊഹിബ് ഉണ്ടാവില്ല. സ്നേഹിക്കുന്ന ആളെ എവിടെയും കാണുമല്ലോ. മുമ്പേ സ്നേഹം ഇങ്ങനെ പുറത്തേക്ക് വരും. സ്നേഹിക്കുന്ന ആൾക്ക് സ്നേഹിക്കുന്ന ആളെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അതാണ് ബുർദൻ്റെ 1-ാമത്തെ ഫസ്ലിൽ കാണുന്നത്. ബൂസൂരി ഇമാമിനെ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത്, തജ്രീദ് എന്നാണ് അറബിക് ലിറ്ററേച്ചറിൽ അതിന് പറയല്. ഇംഗ്ലീഷിൽ മെറ്റഫർ ഉണ്ടല്ലോ, ഇസ്തിആറത്ത്, അതിൻ്റെ ഒരു ഭാഗമാണത്. ഇങ്ങനെ പുറത്തേക്കെടുത്തു. എന്നിട്ട് ബൂസൂരിനെ കോടതി കയറ്റിയിട്ട് പുറത്തുള്ള ബൂസൂരി ഉള്ളിലുള്ള ബൂസൂരിനോട് ചോദിക്കുക, അമിൻ തദക്കുർ ജീറാനി ബി ദീസലം മസജത ദമഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി. എത്താ ബൂസൂരി പറ്റിയത്? ഭയങ്കര കരച്ചിലാണല്ലോ. കരച്ചിലിങ്ങനെ ഊക്ക് കൂടിയിട്ട് കണ്ണിന്ന് വെള്ളം വരുന്നതോടൊപ്പം തന്നെ ബ്ലഡും കൂടി വരുന്നുണ്ടല്ലോ. മസജത ദമഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി അം ഹബ്ബത്തി റീഹു മിൻ തിൽഖാഇ കാലിമ. ആ സൈഡിൽ നിന്ന് കാറ്റ് വീശുമാണെന്നല്ലോ നിനക്ക് കരച്ചിൽ കുറച്ച് കൂടുതൽ. പിന്നെ നിന്നോടൊന്നും പറയാനും കഴിയുന്നില്ലല്ലോ. എന്താ ഇപ്പം പറ്റിയത്? ഫമാലി ഐനൈക, എന്താ നിന്റെ 2 കണ്ണിന് പറ്റിയത്? കുറച്ച് അനങ്ങാതിരിക്കൂ എന്ന് പറഞ്ഞാൽ തുരുതുരാ കരയാണ്. ഒന്നും മിണ്ടാതിരിക്കൂ, ടെൻഷൻ ആവല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തപിക്കുന്ന ഹൃദയമാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും, ഒന്നും മിണ്ടു, ആദ്യം ഒന്നും മിണ്ടു. അയസബു സബ്ബു, നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ? സത്യം പറയും. അയസബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകദ്ദിമു. പ്രേമം ഒന്ന് അധികകാലം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ പറയൂ. ഫകൈഫ തുൻകിറു ഹുബ്ബൻ. ഇത്രയെല്ലാം അടയാളം കണ്ട സ്ഥിതിക്ക് ഒന്നാമത് നിന്റെ ശരീരം മെലിനൊട്ടുന്നുണ്ട് ദിവസം കഴിയുന്തോറും. പിന്നെ ഉറക്കില്ലാത്തതുകൊണ്ട് ശരീരത്തിന് യെല്ലോ കളർ വരുന്നുണ്ട്. തിന്നലില്ല, കുടിക്കലില്ല. നിനക്ക് ശരീരത്തിന് ഒരു വിലയുമില്ല. എന്നിട്ട് നീ ഒന്നും മിണ്ടുന്നുമില്ല. നീ എത്ര കാലം ഇങ്ങനെ പിടിച്ചിക്കല്?